ഹായ് ഓൾ. ഇന്ന് നമുക്ക് കൊഴുവ പാൽക്കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നാടൻ രീതിയിൽ കൊഴുവക്കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൊഴുവ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, സവാള, പിന്നെ കുറച്ച് വേപ്പില. അതുപോലെ തന്നെ നമുക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം മുളകും വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കൊഴുവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം, മുളക് ഇട്ട് കൊടുക്കാം, ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാനുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞതും കടുകും ഉലുവയും വേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുവ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം കൊഴുവയ്ക്കൊക്കെ വെന്ത് നന്നായി തിളച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താളിക്കാനുള്ളത് ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഴുവക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.